ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഫിഷ് കട്ടിംഗ് വീഡിയോ ആണ്. ഒരു 100 വെയിറ്റുള്ള ഒരു ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ 2 സൈഡിലെയും ആ മുള്ളുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും. ഇത് കട്ട് ചെയ്യാൻ എളുപ്പമുള്ളൊരു മീനാണ്. പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ചെകളകളും അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ചൂര. ചൂര പൊരിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. കിലോയ്ക്ക് 200 രൂപയാണ് പറഞ്ഞത്, പക്ഷേ 1 കിലോയിൽ കൂടുതലുണ്ട് മീൻ. ദൈനീൻ്റെ തല മുറിച്ചു മാറ്റുവാണ്. തലയുടെ ഈ പൂവും ഈ പോർഷനൊന്നും ഞാൻ എടുക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം മുറിച്ചു മാറ്റുവാണേ. തല മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ വയറുഭാഗം കുറച്ച് മുറിച്ച് മാറ്റുകയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തൊലി ഇളക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വയറുഭാഗം വെച്ചുകൊണ്ടും തൊലി ഇളക്കി എടുക്കാം, പക്ഷേ അന്നേരം ആ ഭാഗത്തിനൊരു ചെറിയ പൊട്ടലൊക്കെ പോലെ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാ 2 ഭാഗത്തെയും തൊലി വളരെ ഈസി ആയിട്ട് ഒലിച്ച് മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഒലിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. നല്ല പച്ചമീനാണെങ്കിൽ പെട്ടെന്ന് വരും. അപ്പോൾ എന്താ തൊലിയെല്ലാം ഒലിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ആ വയറുഭാഗം അല്ലാതെ തന്നെ തൊലി കളഞ്ഞെടുക്കുകയാണ്. ഈ മീൻ തൊലി കളയാതെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് കറി വയ്ക്കുന്നവരും ഉണ്ട്, പക്ഷേ എനിക്കിത് തൊലി കളഞ്ഞാണ് ഇഷ്ടം. കുട്ടികൾക്കാണെങ്കിൽ തൊലി കളയാതെ മീൻ ഏത് കൊടുത്താലും പറയും അയ്യോ തൊലി കളഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ തൊലി കളയാതിരിക്കാൻ പറ്റില്ല. വേണ്ട, ഇതിന് ഇത് സൈഡിൽ നിന്ന് ഇതിൻ്റെ മാംസം മാത്രം മുറിച്ചെടുക്കുവാണ്. 2 സൈഡിൽ നിന്ന് ഇത് മുറിച്ചെടുത്തിട്ട് പീസാക്കി എടുക്കും. മുള്ളിലും കുറച്ച് മാംസം വെച്ചിട്ടുണ്ട്. അതാകുമ്പം നമ്മൾക്ക് മീൻ കറി വെക്കുമ്പോൾ അതിലിടുമ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനകത്തുനിന്നും അതും കഴിക്കാമല്ലോ. അപ്പോൾ അതാണ്ട് അതിങ്ങനെ 2 പീസാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുവാണ്. നല്ല പച്ച മീനാണ്, അതുകൊണ്ടാണ് എളുപ്പം ഇതിങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റിയത്. ഇനി ഇതിനകത്ത് എല്ലാം വെട്ടിയെടുത്ത ശേഷം ഒന്ന് കഴുകിയിട്ട് അടുത്ത വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സ്വല്പം വിനാഗിരിയോ ഒഴിച്ചൊരു 10 മിനിറ്റ് ഇട്ടിട്ട് നന്നായി കഴുകിയെടുത്ത് കറി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുളക് കറിയും വെച്ച് കുറച്ച് പൊരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിനാഗിരിയോ മഞ്ഞൾപ്പൊടിയോ ഇടുന്നത് ഈ ചൂരയ്ക്ക് നല്ല ബ്ലഡ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പോയിട്ട് മീൻ നല്ല ക്ലീനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം മീനെല്ലാം ചെറിയ പീസാക്കി തീരാറായി. ഇനി ഈ മുള്ളുള്ള ഭാഗം അതൊന്ന് ഒടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് എൻ്റെ നടുക്ക് പിടിച്ചിട്ടൊന്ന് ഒടിച്ചിട്ട് അതിങ്ങനെ മുറിച്ചെടുക്കും. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വന്നോളും. അപ്പം മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി കറി വയ്ക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.